Hi, welcome to Eagles Institute of Management. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഐ എം എ ക്വാളിഫൈഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി ഓഫ് ദ CMA പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഡൗട്ടാണ്. CMA ഇന്ത്യ പഠിക്കുന്ന സ്റ്റാർട്ടിംഗ് പാത്തായിട്ടുള്ള CMA ഫൗണ്ടേഷൻ ആണോ എഴുതേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ CMA CAT ആണോ എഴുതേണ്ടത്? സോ ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് CMA ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ 2 പാത്താണ് വരുന്നത്. ഒന്ന് ഡയറക്റ്റ് പാത്തായുള്ള CMA ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പാത്തായുള്ള CMA CAT. എന്തുകൊണ്ട് ഇതിനെ ഇൻഡയറക്റ്റ് പാത്ത് എന്ന് വിളിക്കുന്നത്? CMA CAT എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. മീനിങ് ICMA കണ്ടക്ട് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ എക്സാം ആണ് CMA CAT എന്ന് പറയുന്നത്. സോ ഇത് പാസ്സായ വ്യക്തികൾക്ക് ഇതുപോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് അവരെ പോസ്റ്റൽ വഴി വരും. ഈ ഒരു പാത്ത് മീനിങ് CMA CAT കഴിഞ്ഞ വ്യക്തികളോട് ICMA പറയാം, ഇൻ കേസ് നിങ്ങൾക്ക് CMA പെർസ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇൻ കേസ് ഇനി CMA ഇന്റർലോട്ട് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇനി പോയിട്ട് എന്തെഴുതേണ്ട ആവശ്യമില്ല, CMA ഫൗണ്ടേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റും, CMA ഇന്റർമീഡിയറ്റ് എഴുതാൻ പറ്റും. ഒരു ഇൻഡയറക്റ്റ് പാത്തിലൂടെയാണ് മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് CMA ഇന്റർലോട്ട് കടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ CMA CAT എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയറാണ് കമ്പയർഡ് ടു CMA ഫൗണ്ടേഷൻ. ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം CMA CAT എഴുതുന്ന മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് CMA CAT പാസ്സാവുന്നുണ്ട്. ബട്ട് ഇതേ കേസല്ല CMA ഫൗണ്ടേഷൻ സ്റ്റുഡൻസ്. സോ നിങ്ങൾക്കുള്ള ഡൗട്ട് ആയിരിക്കും, എന്തായാലും നമ്മൾ എവിടെ കിടക്കുന്നുണ്ട്, പാസ്സാവുന്നുണ്ട്, CMA ഇന്റർലോട്ട് കിടക്കുന്നുണ്ട്. സോ അതൊരു ഈസിയസ്റ്റ് പാസിലൂടെ വന്നാലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള CMA ഫൗണ്ടേഷൻ പാത്തിലൂടെ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. സോ ഈ കാര്യം ഞാൻ സോൾവ് ചെയ്യാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, CMA ഇന്റർ എന്ന് പറയുന്നത് ഈസി അല്ല. CMA ഇന്റർ ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതിലോട്ട് കടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈസിയസ്റ്റ് പാത്തിലൂടെ വരണോ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടഫായിട്ടുള്ള പാത്തിലൂടെ വരണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗോ ഫോർ ദ ടഫസ്റ്റ് പാത്ത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവും വെദർ ദിസ് CMA ഈസ് ഫോർ യു ഓർ നോട്ട്. സോ ഈ ഒരു റീസൺ കൊണ്ടാണ് ഈ ഈഗിൾസിൽ നമ്മൾ CMA ഫൗണ്ടേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് റാദർ ദാൻ CMA CAT. കാരണം നിങ്ങളൊരു കാര്യം റിയലൈസ് ചെയ്യുക, CMA ഇന്റർ എന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ള ഏരിയ ആണ്. സോ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഫേസ് ടഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ CMA ഇന്റർ എന്ന് പറയുന്ന ലൂപ്പിൽ വിട്ടു. സോ ഇതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈഗിൾസിൽ നമ്മൾ CMA ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യുന്നത് റാദർ ദാൻ CMA CAT. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ CMAയുടെ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഗോ ഫോർ CMA ഫൗണ്ടേഷൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തിനു പോവാം, CMA CAT-നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു വീഡിയോയിൽ CMA CAT-നോട് ബന്ധപ്പെട്ടിട്ടും CMA ഫൗണ്ടേഷന് ബന്ധപ്പെട്ടുള്ള ക്ലാരിറ്റി ഞാൻ തന്നിട്ടുണ്ട്. ഇനിയും ഫർദർ CMA റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. സോ ഈ ഡൗട്ടുകളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും നമ്മളൊരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വെബിനാറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. സോ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ആ വെബിനാറിൽ സോൾവ് ചെയ്യാവുന്നതുള്ളൂ. അണ്ടിൽ ദെൻ ബൈ.